പ്രിയപ്പെട്ട എഴുത്തുകാരി അഡ്വക്കേറ്റ് ആർ ഷഹന, അതിനുമപ്പുറം എൻ്റെ അടുത്ത സുഹൃത്ത്, സഹോദരി, എങ്ങനെയാണ് എനിക്ക് വിശേഷിപ്പിക്കേണ്ടതെന്നറിയില്ല. ഈ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ചോളം ഒരു ആനന്ദം പകരുന്ന ഒരു നിമിഷമാണ്. ഞാനിത് പറയാൻ കാരണം ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മലയാളം പുസ്തകം റിലീസ് ചെയ്തത്. അന്ന് സൗദി അറേബ്യയിൽ വെച്ച് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ ഓർമ്മയിൽ വരികയാണ് എനിക്ക്. അന്ന് ഷഹനയുടെ പുസ്തകം റിലീസ് ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ഞാൻ സംസാരിച്ചത്, ഒരുപക്ഷെ ഷഹനയെ പോലുള്ള എഴുത്തുകാർ മത്സരിക്കേണ്ടി വരിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടായിരിക്കും എന്ന് അന്നൊരു പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുസ്തകങ്ങൾ എഴുതി വരുന്നതും അതിന് അവാർഡ് നേടുന്ന കാര്യങ്ങളൊക്കെ അന്ന് 7 വർഷം മുമ്പ് ഞാൻ പറയുക മാത്രമല്ല, പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂവി എടുക്കാൻ എനിക്ക് പ്രേരകമായത് അന്ന് ആ ചടങ്ങിൽ പ്രസംഗിച്ച പ്രസംഗത്തിന് ശേഷമായിരുന്നു. ഇന്ത്യ സർക്കാർ ആദ്യത്തെ AI തീംഡ് മൂവി എന്ന് വിശേഷിപ്പിച്ച മോണിക്ക ഒരു AI സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാനും അത് നിർമ്മിക്കാനും അതിൽ അഭിനയിക്കാനും പിന്നീട് എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധം ഈ ഒരു ചടങ്ങിനുള്ളത് കൊണ്ടാണ് ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ, അതിനുമൊക്കെ അപ്പുറം ഇതിലുള്ള കഥകൾ അന്ന് എന്നെ അമ്പരപ്പിച്ച കഥകളായിരുന്നു. അന്ന് ആ ചടങ്ങിൽ ആ കഥ വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഷഹനയെ വിളിച്ച്, എൻ്റെ പ്രിയ സുഹൃത്ത് രവീന്ദ്രൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഈ കഥ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി പറയുകയുണ്ടായി. ആ രവീന്ദ്രൻ നാളെ എൻ്റെ പുസ്തകം സിനിമാ സംബന്ധമായിട്ട് റിലീസ് ചെയ്യാൻ ഇവിടെ ചടങ്ങിന് എത്തുന്നു എന്നുള്ളതും, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ കണ്ണുചേർക്കപ്പെട്ട ഒരു അത്യപൂർവ നിമിഷത്തിലാണ് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത്. അതങ്ങനെ എനിക്ക് ഷഹനയുടെ കുറേ കൂട്ടുകാരെ എനിക്കും കൂട്ടുകാരായി കിട്ടി എന്ന് കാണുന്നത് തീർച്ചയായും ഇനിയുള്ള നാളുകളിലും ഇതുപോലുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുമ്പോഴും അതല്ലാതെയും നിങ്ങൾക്കൊക്കെ തന്നെ നന്മ നേരുകയാണ്. നിങ്ങളുടെ എഴുത്തിന് നിങ്ങളിലൊക്കെ ആരൊക്കെ എഴുതുന്നുണ്ട്, ആരൊക്കെ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെടുകയാണ്. പക്ഷെ എനിക്കറിയാം, ഷഹനയുടെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷരങ്ങളുമായി നല്ല ബന്ധമുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല നാളെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ പ്രസാധകർ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിലും എന്നെ ശ്രവിച്ചതിലും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഷഹനയ്ക്ക് ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ എല്ലാ ഭാഷകളിലേക്കും ഇറങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ரொம்ப தேங்க்ஸ் சார்.